ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യയുള്ള എലൈറ്റ് രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇടം പിടിക്കാനുള്ള ചുവടുവയ്പുമായി ഇന്ത്യ. 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് കൂട്ടിയോജിപ്പിക്കുകയും വിടർത്തുകയും ചെയ്യുന്ന ISROയുടെ സങ്കീർണ പരീക്ഷണം ഇന്ന് നടക്കും. രാത്രി 9:58 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ റോക്കറ്റ് നിലയത്തിൽ നിന്ന് PSLVയുടെ C-60 റോക്കറ്റിലാണ് വിക്ഷേപണം. ബഹിരാകാശത്ത് 2 ഉപഗ്രഹങ്ങളെ യോജിപ്പിക്കുന്ന ഡോക്കിംഗ് സാങ്കേതികവിദ്യയാണ് പരീക്ഷിക്കുന്നത്. സ്പാഡക്സ് എന്നാണ് ദൗത്യത്തിന്റെ പേര്. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളുമായാണ് PSLV C-60 റോക്കറ്റ് കുതിച്ചുയരുക. 470 കിലോമീറ്റർ ഉയരത്തിലുള്ള സർക്കുലർ ലോ എർത്ത് ഓർബിറ്റിൽ വെച്ച് ഇവയെ കൂട്ടിച്ചേർക്കും. തുടക്കത്തിൽ രണ്ടും തമ്മിൽ 20 കിലോമീറ്റർ അകലമാണ് ഉണ്ടാവുക. പിന്നീട് ഈ പേടകങ്ങൾ തമ്മിലുള്ള അകലം പതിയെ കുറച്ചുകൊണ്ടുവന്ന് കൂട്ടിയോജിപ്പിക്കും. 66 ദിവസമാണ് ദൗത്യത്തിന്റെ കാലാവധി. ഉപഗ്രഹങ്ങൾ 2 വർഷം ബഹിരാകാശത്ത് തുടരും. ഭാവി ചാന്ദ്ര ദൗത്യങ്ങളിലും ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന് നിർമ്മാണത്തിനും അനിവാര്യമായ സാങ്കേതിക വിദ്യയാണ് ഡോക്കിംഗ്. പരീക്ഷണം വിജയിച്ചാൽ ഈ നേട്ടം സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമാകും ഇന്ത്യ. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യയുള്ളത്. 24 പേലോഡുകൾ വഹിക്കുന്നതാണ് ദൗത്യം. അതിൽ 14 ISROയുടെയും 10 സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ളതുമാണ്. ബഹിരാകാശത്തേക്ക് ജീവനെത്തിക്കുന്ന മറ്റൊരു സുപ്രധാന പരീക്ഷണം കൂടി ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഉപഗ്രഹങ്ങൾ എത്തിച്ച ശേഷം ബഹിരാകാശത്ത് ബാക്കിയാവുന്ന റോക്കറ്റിന്റെ 4ാമത്തെ ഭാഗത്തിൽ വിത്ത് മുളപ്പിച്ച് പരീക്ഷണം നടത്തും. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ എന്നാണ് റോക്കറ്റ് ഭാഗങ്ങൾ പുനരുപയോഗിക്കുന്നതിനെ വിളിക്കുന്നത്. 8 വൻപയർ വിത്തുകളും 1 പാലക് ചീരയുമാണ് ബഹിരാകാശത്തേക്ക് അയക്കുക. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച ക്രോപ്സ് എന്ന പേലോഡാണ് ഭൗമാന്തരീക്ഷത്തിന് പുറത്ത് ഗുരുത്വാകർഷണം തീരെ കുറവായ പരിസ്ഥിതിയിൽ വിത്ത് മുളയ്ക്കുമോ എന്ന് പഠിക്കുക. ഭൗമാന്തരീക്ഷത്തിന് തുല്യമായ അന്തരീക്ഷം ഒരുക്കിയാണ് ഇവയെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. 2 ഇലകളാകുന്നതുവരെയുള്ള സസ്യത്തിന്റെ നിലനിൽപ്പ് പരിശോധിക്കും. മുംബൈയിലെ അമിറ്റി സർവകലാശാലയിലെ ഗവേഷകരാണ് പാലക് ചീര ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. ഗുരുത്വാകർഷണത്തിന്റെ ദിശ, വെളിച്ചം എന്നിവയോട് പ്രതികരിച്ച് സസ്യങ്ങൾ വളർച്ച ക്രമീകരിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുകയാണ് ലക്ഷ്യം. മനുഷ്യക്കുടലിൽ കാണുന്ന ബാക്ടീരിയോയിഡ്സ് ടെറ്റയോട്ടോ മൈക്രോൺ എന്ന ബാക്ടീരിയയാണ് ബാംഗ്ലൂരിലെ RV കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഗവേഷകർ തയ്യാറാക്കിയ RV-SAT-1 പേലോഡിൽ ബഹിരാകാശത്തെത്തിക്കുക. ന്യൂസ് ഡെസ്ക്, അമൃത TV.